നാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം എഡിഷൻ ആവേശപൂർവ്വം വരവേറ്റ് അതുല്യ വിജയമാക്കിയ നിങ്ങളേവർക്കും അഭിവാദ്യം. കരയിലും കടലിലും ധരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഡ്രോൺ ലൈറ്റ് ഷോ നിങ്ങളെല്ലാവരും നല്ല നിലയിൽ ആസ്വദിച്ചതാണല്ലോ. ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. നമ്മുടെ നാടും നഗരവും പുതുപ്രതീക്ഷകളും. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്ന ഉത്സവമാണ്. നിങ്ങൾക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി 2025. ായി ഒന്നിച്ചു കോർത്തിണക്കിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട ഐക്യമനസ്സ് ഇന്നും ഈ നാട് നിലനിർത്തുന്നു. കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് ബേപ്പൂരിലെ ഉരു നിർമ്മാണം. ബേപ്പൂരിൽ നിന്ന് ഉരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുമേരിയയിലേക്ക് ഉരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നായ വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ്. കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ്. എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ച ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.